ഒരു ചോദ്യത്തിന് തന്നെ ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് പതിവാണ്. ഞങ്ങൾ പുറത്തൊരു സർവേ നടത്തി. ഈ സർവേയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ ഉത്തരം ഏതാണോ അതാണ് നിങ്ങൾ പറയേണ്ടത്. ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ ഉത്തരത്തിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. അതിൽ ശതമാനക്കണക്കിലായിരിക്കും നിങ്ങളുടെ മാർക്ക് കണക്കാക്കപ്പെടുന്നത്. ആദ്യം അവസരം കിട്ടുന്ന ആൾക്ക് ഏറ്റവും ക്ലിയറായ ഉത്തരം പറയാനുള്ള അവസരം ഉണ്ടാകുന്നത് കൊണ്ട് ആദ്യം ആര് പറയണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനല്ല, പുരുഷു എന്ന് പേരിട്ടിരിക്കുന്ന കമ്പ്യൂട്ടറാണ്. സുബി പറഞ്ഞപ്പോഴേ മറ്റേ ഹോട്ടലിൽ മറ്റേ വയറുള്ള പുള്ളിയുടെ തല വെക്കുമല്ലോ ഇങ്ങനെ നടക്കണം. അതുപോലെ പുരുഷു ഞങ്ങളെ അനുഗ്രഹിക്കണം. പുരുഷു ഞങ്ങളെ പുരുഷു പക്ഷെ വീടില്ല. നിങ്ങൾ എത്ര വികാര നിർഭരമായിട്ട് പറഞ്ഞാലും പുരുഷ വീടില്ല. പുരുഷ ഭയങ്കര മനോബലമുള്ളവരാണ് എന്നെ പോലെ. പക്ഷെ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് വീണു ഓൾറെഡി. അവർ രണ്ടുപേരും പുരുഷന്റെ മനം കവർന്നു. നോക്കട്ടെ ഇതിൽ ആരാണ് ആദ്യം പറയേണ്ടത്. പുരുഷന്റെ നമ്പറുകൾ വരട്ടെ. ABCD ഇതിൽ ആരാണ് ആദ്യം പറയേണ്ടതെന്നുള്ളതാണ് ഞാൻ തീരുമാനിക്കേണ്ടത്. ഇതിലെനിക്ക് തോന്നുന്നത് ആദ്യം പറയേണ്ടത് പുരുഷനെ മാനസികമായിട്ട് പിടിപ്പിക്കാൻ നോക്കിയ ആളെ തന്നെ ആയാലോ. ആയിക്കോട്ടെ. പ്രിയങ്ക ബി. രണ്ടാം സ്ഥാനം കിട്ടി. കണ്ടോ, രണ്ടാമത് പറയാം. ചേട്ടാ തെരഞ്ഞെടുത്തോളൂ, നിങ്ങൾക്ക് ഏതാ വേണ്ടത്? ഡി. ഇവിടെ വിചാരം ഫാന്റെ സ്പീഡ് കൂട്ടണമല്ലേ. 4 ആണല്ലോ ഏറ്റവും സ്പീഡ് കൂടുതൽ. ഒന്നിന് സ്പീഡ് കുറവാണല്ലോ, അതുപോലെ വിചാരിച്ചേക്കണത്. പക്ഷെ 4 ഇച്ചിരി അപകടമാണ്. ഇനി ബിനോടി മാലി സുബി നിൽക്കുന്നുണ്ട്. നിങ്ങളിൽ ആർക്ക് തരണമെന്നുള്ളത് ഞാൻ എങ്ങനെ തീരുമാനിക്കും? ഒരു വശത്ത് ബിനോടി മാലി, ഒരു വശത്ത് സുബി. ബിനോടി മാലി പറഞ്ഞു. അടിമാലിക്കാരനല്ലേ? ഒരു ജോലിയും ചെയ്യാതെ നിന്ന് സുബി പറഞ്ഞോ. സി. സുബിയുടെ കോസ്റ്റ്യൂം സെൻസിനെ കുറിച്ച് പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സുബിയുടെ കയ്യിൽ പല വിദേശ വസ്ത്രങ്ങളും പല കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ തമാശയ്ക്ക് നടക്കുന്ന മിമിക്രിക്ക് നടക്കുന്ന ഒരു പെൺകുട്ടി ധരിക്കേണ്ട സൈസ് ഡ്രസ്സുകളല്ല സുബി ധരിക്കുന്നത്. അത് സുബിയുടെ കൂടെ നമ്മൾ അമേരിക്കയിലൊക്കെ പരിപാടിക്ക് പോകണം. ഇവിടെ ഒന്നുമല്ല, ഇവിടെ നിന്ന് എത്തി അവിടെ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടുന്ന് കയറി സുബിയാണോ നമ്മൾ ചിന്തിച്ചു. എല്ലാം അത് ഇടണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, എന്നാലും അതുപോലെ ഇടുള്ളൂ. ആ പരുവത്തിലാണ് അവിടെ നടക്കുന്നത്. സുബി ആവശ്യപ്പെടണം. ഇവിടുന്ന് പഞ്ചായത്ത് ഓഫീസറിന്റെ അഫിഡവിറ്റ് ഒക്കെ കൊണ്ട് നമ്മൾ കൊണ്ട് കാണിക്കണം. ചെല്ലാൻ മാത്രമല്ല വരാനും വേറെ ഫോം കൊടുത്താലേ നടക്കുള്ളൂ. സുബി, ചോദ്യം ഇതാണ്. ഓണക്കച്ചവടം ഏറ്റവും കൂടുതൽ നടക്കുന്ന കടകൾ ഏതാണ്? പൂക്കട. നോക്കട്ടെ എത്ര ശതമാനം പേര് പൂക്കട പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. 18% പേര് പൂക്കടകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ആർക്കാണ് അവസരം കിട്ടിയത്? 82% ഇനി ബാക്കിയുണ്ട്. ബിവറേജുകൾ, മദ്യശാലകൾ. നോക്കട്ടെ ഏറ്റവും കൂടുതൽ കച്ചവടം അവിടെയാണ് നടക്കുന്നതെന്ന്. സുബിയെ 2 മാർക്കിന് തോപ്പിച്ചുകൊണ്ട് പ്രിയങ്ക ചുണ്ടൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനിയും കിടക്കുകയാണ് 62% ഇനി ബാക്കി കിടക്കുകയാണ്. ബിനോളിയ 3-ാം സ്ഥാനം ബിനോളിയനാണ്. ടെക്സ്റ്റൈൽസ് കിടക്കട്ടെ. ടെക്സ്റ്റൈൽസ് തുണിക്കട. നോക്കട്ടെ ഇനിയും 40%. ഞാൻ പറയണോ? പച്ചക്കറി കടകൾ. പച്ചക്കറി കടകൾ. നോക്കട്ടെ. കുളിര് കടുത്ത മത്സരം, വാശിയേറിയ മത്സരം, ഇഞ്ചോടിഞ്ച് പോലെയാണ്. ഇനി 21%. നമുക്ക് ആ ബി ഒന്ന് തുറന്നു നോക്കാം. മാവേലി സ്റ്റോറുകൾ, സപ്ലൈക്കോ, മറ്റു സാധനങ്ങൾ, അരി, പലചരക്ക്, പഞ്ചാര, പച്ചെണ്ണ ഒക്കെയാണ് മേടിക്കുന്ന കടയ്ക്കാണ് കൂടുതൽ. ഇനി നിങ്ങളുടെ അടുത്ത ചോദ്യത്തിന് ആരാണ് ഉത്തരം പറയണമെന്ന് അറിയാൻ വേണ്ടി വീണ്ടും പുരുഷു. ഇത്തവണ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ ആൾ ആരാണ്? സുബി. ഇത്തവണ ഫസ്റ്റ് എടുത്തോ. ബി. ഇതാണ് ഈ പുരുഷന്റെ പ്രത്യേകത. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ കൂടെ ആണെങ്കിൽ അടുത്ത സെക്കൻഡ് ഈ പുരുഷ മറുകണ്ഠം ചാടുന്നുള്ളതാണ്. പുരുഷന്റെ വലിയ വിശ്വസിക്കാൻ കൊള്ളാത്ത ദൈവമാണ് പുരുഷു. അതൊന്നും ടെസ്റ്റ് ചെയ്യല്ല. അടുത്ത ഞാൻ എടുക്കുമ്പോ ഒന്നാണെന്ന് നോക്കാലോ. അത് കഴിഞ്ഞ് ഏറ്റവും കുറവ് മാർക്ക് മേടിച്ച് ബൈസേട്ടനാണല്ലോ. എടുത്തു, ഒന്ന് കിട്ടട്ടെ. പുരുഷന്റെ വിശ്വാസം എനിക്ക്. അടുത്തത് പ്രിയങ്ക ചേച്ചി. സി.
ബിനിച്ചേട്ടാ അടിമാലിയുടെ ഡി ആയിക്കോട്ടെ. ആ ആദ്യം അടിമാലിയുടെ ഡി ഡി 2. അപ്പോൾ ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ബൈജു ജോസ്. വീട്ടില് പെറ്റ്സ് ആയിട്ട് എന്തിനൊക്കെ വളർത്തുന്നുണ്ട്? ഒരു ഡോഗ്. പട്ടിന്നൊന്നും പറയില്ല. ഇല്ല. എന്താന്നറിയാൻ മതി, പട്ടിയോട് മലയാളികൾ ഇംഗ്ലീഷ് കമാൻ സിറ്റ് ഈറ്റ് സ്റ്റാൻഡ് ഗോ കച്ച് എന്നൊക്കെ പറയുന്നത്. ഞാനും അങ്ങനെ പറയല്ല. പിന്നെ ഭക്ഷണം വെച്ചിട്ട് തിന്നോ അത്രേ ഉള്ളു. മലയാളികൾ വളർത്തു നായ്ക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇടുന്ന പേരെന്താണ്? കൈസർ. കൈസർ. നോക്കട്ടെ എത്ര ശതമാനം പേര് പറഞ്ഞിട്ടുണ്ടെന്ന്. ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അടുത്തത് ബിനിച്ചേട്ടൻ. ടിപ്പു. ടിപ്പു. നോക്കട്ടെ എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. തല്ലുമുള്ള ശബ്ദമല്ലേ? അയ്യോ ഉണ്ടാവുമായിരിക്കും. ഞങ്ങള് ചോദിച്ചപ്പോ പക്ഷെ ആരും ആ പേര് പറഞ്ഞില്ല. പണ്ട് ഇടുമായിരുന്നു തോന്നുന്നു. എന്റെ നാട്ടിലൊക്കെ ടിപ്പു എന്ന് പറഞ്ഞാൽ പണ്ട് പട്ടി ഉണ്ടായിരുന്നു. പ്രിയ ചേച്ചി. ടോമി. അത് മിന്റുവാണോ? 19. സുബി ചേച്ചി. ജാക്കി. സാഗർ എന്ന മിത്രത്തെ നീ അറിയുള്ളൂ, ജാക്കി എന്ന ശത്രുവിനെ നീ അറിയില്ല. ഏരിയാസിന്റെ കാര്യം പറയുന്നില്ല. ഓക്കെ നോക്കട്ടെ ജാക്കി ഉണ്ടോ? ഓപ്പൺ എ ബ്രൂണോ. ജിമ്മി. ഓ ഞാൻ ജിമ്മി പറയാൻ പോയതാ. നമുക്കൊന്ന് ബി തുറന്നു നോക്കാം. ടൈഗർ. അതും 22% തന്നെയാണ്. ഇപ്പൊ ജയിച്ചതാരാ? അല്ല എനിക്ക് ഈ ടൈഗറിനെ പട്ടിക്കിടുമ്പോ എനിക്ക് തോന്നുന്ന ഒരു ഡൗട്ടാണ്. എല്ലാരും കേട്ടോ എന്തോ ഒരു ഡൗട്ട് വരുന്നുണ്ട്. വിജ്ഞാനപ്രദമായ ഡൗട്ട് ആയിരിക്കും ഇത്. ഇടയ്ക്കിടയ്ക്കേ കിട്ടുള്ളൂ. അല്ല നമ്മളെ ഈ പട്ടിക്ക് കയറി ടൈഗർ എന്ന് പേരിടുമ്പോ ഈ പട്ടിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആകത്തില്ലേ, ഞാൻ പട്ടിയാണോ ടൈഗർ ആണോ എന്നുള്ളത് ഒരു ഐഡന്റിറ്റി ക്രൈസിസ്. സോറി പോണേ. അതായത് ഇവള് മൈസൂർ പാക്ക് മേടിച്ച് എന്നിട്ട് ഇതിൽ മൈസൂർ ഇല്ല എന്നും പറഞ്ഞ് കരയുന്ന ആളാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് നമ്മളോട് വഴക്കിട്ടാണ്ടിരിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യാനാണ് കുട്ടി. അടുത്ത് തുറന്നു നോക്കട്ടെ. ഓപ്പൺ ഇ ബ്ലാക്ക് 17%. ഓക്കെ വാശിയേറിയ മത്സരമാണ് പോകുന്നത്. സ്കോർ പറയാം. ഒരൊറ്റ ചോദ്യം കൂടെ ഉണ്ട്. വീണ്ടും നിങ്ങളിൽ ആരാദ്യം പറയണോന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ പോകുന്നു പുരുഷുവിലേക്ക്. പുരുഷുവിന്റെ ഞാൻ പോണതിന് പോയി. ആരാദ്യം പറയും? ഇത്തവണ 0 മാർക്ക് കിട്ടിയ ആളാരാ? സുബി അല്ലേ? ഞാനും ബിനിച്ചേട്ടനും. എന്നാ ബിനോളിയാ എടുത്തോ. ഞാൻ ബി. ബി നോക്കട്ടെ ബി എന്താണെന്നുള്ളത്. ഒന്നും മനസ്സിലായില്ല എങ്കിലും വെറുതെ. ഇനി ആരാണ്? സുബി ചേച്ചി ആയിക്കോട്ടെ. മുട്ട മേടിച്ചല്ലേ? സി. വീണ്ടും രണ്ടാമതും ഒന്ന് കിട്ടിയിരിക്കുകയാണ് സുബിക്ക്. ശുക്രൻ തലയ്ക്ക് മേലിൽ പ്രിയങ്ക ചേച്ചി. 3. ബൈജു ചേട്ടാ. 3. 3 മറിച്ച 3 നോക്കിയപ്പോഴേ അത് ഏത് അക്ഷരം ഒന്ന് തിരിച്ചറിയാൻ പറ്റില്ല. 3 ABC വരെ അറിയത്തുള്ളൂ, ബാക്കി അറിയില്ല. 3. ഓക്കെ അപ്പോൾ ആരോടാണ് ചോദ്യം ചോദിക്കേണ്ടത്? പാടുള്ളത് കൊടുക്കണോ എളുപ്പമുള്ളത് കൊടുക്കണോ? ചോദ്യമല്ലേ ഉള്ളൂ. ഇത് പുരുഷനെ സാധിച്ച പോലെ ഇനി പിഷുവിനെ സ്വാധീനിക്കായിട്ട് നിൽക്കുക. ഓണമായാലും ഒരിക്കലും അവധി കൊടുക്കാൻ പാടില്ലാത്തത് എന്തിനാണ്? ഹോസ്പിറ്റൽ. നോക്കാം. അടുത്തത് ബിനുചേട്ടൻ. ഓണമായാലും ഒരിക്കലും അവധി കൊടുക്കാൻ പാടില്ലാത്തത് എന്തിനാണ്? ഓണമായാലും അവധി കൊടുക്കാൻ പറ്റാത്തത് ചോദ്യമല്ല, ഉത്തരം പറയാൻ. പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ. നോക്കട്ടെ. ചുമ്മാ കിടക്കട്ടെ. 19. ഞാനാണ് പറയണ്ടേ? ബൈജു ചേട്ടൻ. ബീവറേജ്. ഓ എല്ലാരും അങ്ങ് പുണ്യാളന്മാരായി പോയി. അല്ല ഓണത്തിന് ഇത് അവധി കൊടുത്തുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ. പക്ഷെ ഓണം കഴിഞ്ഞ ഇലക്ഷനുകള് ആഘോഷ ദിവസങ്ങളെല്ലാം അവധിയാണ്. എല്ലാരും നന്നായോ? എനിക്ക് എത്ര ഉള്ളൂ. എല്ലാരും നന്നായി. മാവേലിക്ക്. മാവേലി ഒരു സ്ഥാപനമാണോ? സ്ഥാപനമാണോ? തെറ്റി കൊടുക്ക്.
നോക്കട്ടെ, അത് തെറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. മാവേലി സ്റ്റോർ എന്ന് ഉദ്ദേശിച്ചത്. ഓ മാവേലിക്ക് ആകെ ഈ 10 ദിവസമേ പണിയുള്ളൂ. ബാക്കി 355 ദിവസം അവധിയാണ്. എന്നിട്ട് പറയാം മാവേലിക്ക് അവധി കൊടുക്കണമെന്ന്. മാവേലി സ്റ്റോർ എന്ന് ഉദ്ദേശിച്ചത്. അവധി കൊടുക്കാൻ പാടില്ല. അതെ, ബാക്കി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്പൺ ബി, സിനിമാ തിയേറ്ററുകൾക്ക് 21%. ഓപ്പൺ സി, ഫയർഫോഴ്സിന് 20%. കണ്ട, അത് പറഞ്ഞാൽ മതിയായിരുന്നു. എവിടെയെങ്കിലും തീ പിടിച്ചാല് അല്ലെങ്കിൽ നന്ദിനി പറഞ്ഞ പോലെ പെട്ടെന്ന് ചില തമാശകൾ പറഞ്ഞാൽ നമ്മളെ രക്ഷിച്ചോണ്ട് പോവാന് ഒക്കെ ഫയർഫോഴ്സ് വേണ്ടി വരും. ഓപ്പൺ ഇ, ഹോട്ടലുകൾ. പിന്നെ അന്നെല്ലാരും ഹോട്ടലിൽ പോയല്ലേ ഭക്ഷണം കഴിക്കണം. അല്ല, ഇപ്പൊ എല്ലാ ഹോട്ടലിലും സദ്യയൊക്കെ ഉണ്ട്. ഉടനെ 23 ഹോട്ടലുകൾ 17%, പോലീസ് സ്റ്റേഷൻ 19%. എന്താ മാവേലിയ? നിങ്ങൾ എന്തായാലും കള്ളുകൂടിയൻ. ഇപ്പൊ എന്റെ മേത്തോട്ട് കയറിക്കോ. എല്ലാരും വലിയ കുഞ്ഞോളന്മാരായി. ഇതാണ് പ്രശ്നം. ശരി, നമ്മളൊന്നും ഞാൻ അങ്ങനെ മാത്രം തെറ്റുകാരുണ്ട്. ഞാനിത് തൊടാറില്ല. എനിക്ക് എന്റെ രുചി അറിയില്ല. പിന്നൊരു കാര്യമുണ്ട്, ഇന്നിപ്പോ പിഷുവിന്റെ അടുത്ത് കിട്ടിയത് ചേട്ടൻ്റെ ഒരു ഇൻഫർമേഷൻ, അതായത് നാളെ കിട്ടൂല ഇന്നേ കിട്ടുള്ളൂ, മേടിച്ചു വെച്ചോളാൻ. വെരി സ്മാർട്ട്. അതാണ് നിങ്ങൾ ആരോടാ പറയുന്നത് മേടിച്ചു വെച്ചോളാൻ? വീട് റെയ്ഡ് ചെയ്ത ഭൂഗർഭ ടാങ്കിൽ നിന്ന് ഇപ്പൊ 2000 ലിറ്റർ സ്പിരിറ്റ് പിടിക്കാൻ പറ്റും. അവസാനം സിഗരറ്റ് വലി നിർത്തിയിട്ട് ഇപ്പൊ ഗ്യാസ് കുറ്റി തുറന്നിട്ട് അത് വലിച്ചു തുടങ്ങി. ആ സമയത്താണ് നിങ്ങൾ പറയുന്നത് ഇതാണെന്നുള്ളത്. എടാ, ഇത്രയും നല്ല പരിശുദ്ധനായ ഒരു ചെറുപ്പക്കാരനെ നീ ഇങ്ങനെ അവഹേളിക്കരുത്. ഇതൊക്കെ തമാശയാണെങ്കിലും കുറച്ച് സത്യം ഉണ്ടെന്നുള്ളത് ആൾക്കാർക്ക് അതൊക്കെ ബിനോളിയെ തന്നെ ഓരോ ഉരുള ഉരുട്ടി വെച്ചിട്ട് എത്ര കലോറി കിട്ടിയെന്ന് ചോദിക്കുന്ന ആളാ. അയ്യോ, എനിക്കൊരാൾ ഒരു ദിവസം ഒരു ഡയറക്ട് മാർക്കറ്റിംഗിന്റെ ആൾ വന്നിട്ട് പറഞ്ഞൊരു പ്രോട്ടീൻ പൊടി കൊണ്ട് തന്നിട്ട് പറഞ്ഞു 2000 രൂപയാണ്. 2000 രൂപയുടെ പൊടിയോ? ഇത് ഡെയിലി കലക്കി കുടിച്ചാൽ പനി വരില്ല, അസുഖങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞു. ഞാൻ കണക്ക് കൂട്ടിയപ്പം 6 മാസത്തിലൊരു പനി വരും. 1.5 രൂപയ്ക്ക് ഒരു പാരാസിറ്റമോൾ മേടിച്ച് തിന്നണതിന് വരും. ഇത് വരാതിരിക്കാൻ മാസം 2000 രൂപ മുടക്കണത് എക്കണോമിക്കലി ബുദ്ധിയല്ലാത്തതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു. നിങ്ങൾ ഇപ്പോഴും കുടിക്കുന്നുണ്ട്? ഇല്ല 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 പ്രോട്ടീൻ പൊടി അല്ല, പനി വരാതെ മേടിക്കാൻ വേണ്ടിട്ടല്ല. അത് പിന്നെ ഇവനെ ഇവൻ കലോറി കുറക്കണ ഭാഗമായിട്ട് വീട്ടിലൊന്നും ഉണ്ടാക്കാനുള്ള. വീട്ടിലിപ്പോ 2 കലോറിയാണ്. രാവിലെ കഞ്ഞി കലോറി, പിന്നെ ചട്ടി കലോറി. നിങ്ങളൊക്കെ ഡയറ്റിംഗ് നോക്കുന്നുണ്ടോ? സുബി, പ്രിയങ്കൊക്കെ എന്തെങ്കിലും ഡയറ്റിംഗ്? ഇപ്പൊ പെണ്ണുങ്ങളെല്ലാം പൊതുവെ ഭയങ്കര ഡയറ്റിംഗ് നോക്കുന്ന സമയമാണ്. എനിക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിക്കും. എന്തൊക്കെ കഴിക്കും? ഏറ്റവും ഇഷ്ടം എന്താണ്? ഏറ്റവും ഇഷ്ടം ചോറും മോര് കൂട്ടാനും ചമ്മന്തിപ്പൊടി. ചോറും മോരും ചമ്മന്തിപ്പൊടിയും. പ്രിയങ്കോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാ ഭക്ഷണവും കഴിക്കും. വായി പിടിച്ച് കടിക്കാത്ത എല്ലാം പ്രിയങ്ക കഴിക്കും. നീ വായി പിടിച്ച് കടിച്ചാൽ തന്നെ അതിനെ കൊന്നിട്ട് ഞാൻ തിന്നും. ഇഴഞ്ഞു കിടക്കുന്നതിൽ പശുവിനെ കെട്ടണ കയറും പറന്ന് കിടക്കുന്നതിൽ കടലാസും മാത്രം കഴിക്കാണ്ടുള്ളൂ. കറക്റ്റായിട്ട് അറിയാം, കാരണം സ്ഥിരം ചെയ്യുന്നോണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ഡയറ്റ് ചെയ്തിട്ടൊന്നും വലിയ കാര്യമൊന്നും എനിക്ക്. ഡയറ്റ് ചെയ്തിട്ട് കാര്യം, ഞാനൊക്കെ ഡയറ്റിംഗ് കണ്ടോ. ഇപ്പോഴും എനിക്ക് കാര്യമുണ്ട്, ഇവിടെ നിന്ന് അവതരിപ്പിക്കാമല്ലോ. ഞാൻ ഇവിടെ നിന്ന് അവതരിപ്പിക്കണില്ലല്ലോ. പണ്ട് ഈ ഡയറ്റിംഗ് എന്റെ കൂടെ സുനിക്കുട്ടൻ എന്ന് പറഞ്ഞ ഡ്രൈവർ ഉണ്ടായിരുന്നു. ഇവൻ കണ്ട ഭയങ്കര മെലിഞ്ഞതാ. അപ്പൊ അന്ന് കാലത്ത് ഈ ട്രൂപ്പിന്റെ വണ്ടിയൊക്കെ കൊണ്ടൊരു ഹോട്ടലിൽ നിർത്തി ഡ്രൈവർക്ക് ഫ്രീയാ. കാരണം ഇവനാണല്ലോ ഈ 8 പേരെ അവിടെ കൊണ്ടുപോയത്. അല്ലെ വോൾവോ ബസ് കൊണ്ടിട്ട് ഒരു ഹോട്ടലിൽ നിർത്തുന്ന പറഞ്ഞാൽ ഡ്രൈവർക്ക് ഫ്രീ ആണ്. കാരണം 8 പേര് അവിടെ നിന്ന് കഴിക്കുന്ന പറഞ്ഞാൽ എപ്പോഴും വണ്ടി അവിടെ നിർത്താൻ വേണ്ടി ഡ്രൈവർമാർക്ക് ഫ്രീ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ 8 പേരും കഴിച്ച് സുനിക്കുട്ടനും കഴിച്ചിറങ്ങിയപ്പോൾ കൗണ്ടർ ഇരിക്കുന്ന പുള്ളി പറയുക, നിങ്ങൾ 8 പേരും വേണേ ഫ്രീ ആയിട്ട് പൊക്കോ, ഇവന്റെ ഒരുത്തന്റെ പൈസ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. അത്രയും തന്നെ. ഞങ്ങൾ ഈ റൗണ്ടിൽ ആരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചെന്നുള്ളത് അറിയേണ്ട സമയമാണ്. നമുക്ക് നോക്കാം. പണ്ട് മുതൽ CBSE ടോപ്പ് മാർക്ക് മേടിച്ചതാണ്. എനിക്ക് വലിയ വിഷയമല്ല. CBSE സിലബസിൽ ഒരുപാട് പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയം അല്ലേ? ബൈജു ജോസ് 39, സുബി സുരേഷ് 41, ബിനു അടിമാലി 41, പ്രിയങ്ക അനൂപ് 39. ഇത്രയും വലിയൊരു ടൈയോ ഈ ഒരു റൗണ്ട് 2 പോയിന്റ് അല്ലേ? ഇവിടെ ഒരു മത്സരത്തിലും ടൈയോട് ടൈ ഉണ്ടായിട്ടില്ല.